നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ആദ്യ യോഗം ചേർന്നു. നിർവഹണ ഉദ്യോഗസ്ഥരും വകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടതായിരുന്നു യോഗം. AITUC-യുടെ നേതൃത്വത്തിൽ ചേർപ്പ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ചേർപ്പ് പോസ്റ്റ് ഓഫീസ് മാർച്ച് AITUC ജില്ലാ ട്രഷറർ KM ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. പാറളം ആയുഷ് യോഗ വിദ്യാർത്ഥി കൂട്ടായ്മയായ യുജിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് പുതുവത്സരം ആഘോഷിച്ചു. കോടന്നൂർ ഗവൺമെന്റ് ആയുർവേദ മാതൃകാ ഡിസ്പെൻസറിയിലായിരുന്നു ആഘോഷം. വാർത്തകൾ വിശദമായി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ആദ്യ യോഗം ചേർന്നു. നിർവഹണ ഉദ്യോഗസ്ഥരും വകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടതായിരുന്നു യോഗം. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ജോയ് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സെക്രട്ടറിയോട് പറഞ്ഞു, എന്തായാലും ആദ്യം തന്നെ നമുക്ക് ഈ ഇംപ്ലിമെന്റ് ഓഫീസർമാരെയൊക്കെ ഒന്ന് വിളിച്ച് നമുക്കൊന്ന് കൂടി ഇതിന്റെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കണം. അതിന്റെ പുറത്താണ് സെക്രട്ടറി നിങ്ങളെല്ലാവരും വിളിച്ചത്. സന്തോഷത്തോടുകൂടി നിങ്ങൾ വന്നു ചേർന്നതിന് നന്ദി. ഇനി ആരെങ്കിലും വരാത്തതുണ്ടെങ്കിൽ തന്നെ അവരുടെ പ്രതിനിധികളെ വിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് നമ്മുടെ പഞ്ചായത്തിന്റെ വികസനം നല്ല രീതിയിൽ തന്നെ നടക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇനി പദ്ധതികൾ ചെയ്യാൻ, ചില പദ്ധതികൾ ചെയ്യാൻ പറ്റാത്തതുണ്ടാവും. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കത് റിവിഷൻ ചെയ്ത് വേറെ ഏതെങ്കിലും പദ്ധതികൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നറിയാം. ഇതിനും ഒക്കെ കൂടിയിട്ടാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഓരോ പദ്ധതികളും ഇവിടെ പറയണം. ഇനി എത്ര ശതമാനമായി, ഇനി എത്ര ശതമാനം നമുക്ക് ഇത്ര സമയത്തിനുള്ളിൽ മുഴിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇനി പറ്റാത്തത് എന്താണ് എന്നുള്ളതൊക്കെ ഇന്ന് ഓരോരുത്തരായിട്ട് ഇവിടെ നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം, പറയണം. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് കമ്മിറ്റി കൂടുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും നമ്മുടെ ഫണ്ടുകൾ ലാപ്സ് ആവാൻ പാടില്ല. അതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് വന്ന ഫണ്ട് നല്ല രീതിയിൽ വിനിയോഗിക്കുക തന്നെ വേണം എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട്. അതാണ് നിങ്ങളുടെ ഒരു സഹകരണം കൂടി ഉണ്ടാവണം. എന്തായാലും ഇന്ന് വന്നു ചേർന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. വൈസ് പ്രസിഡന്റ് PN സുനിൽകുമാർ അധ്യക്ഷനായി. തൃശൂർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സിദ്ദിഖ് മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, PWD, വാട്ടർ അതോറിറ്റി, KSEB, എക്സൈസ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പദ്ധതി വിശദീകരിച്ചു. AITUC-യുടെ നേതൃത്വത്തിൽ ചേർപ്പ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തൊഴിലുറപ്പ് തൊഴിൽ സംരക്ഷിക്കുക, ലേബർ കോഡുകൾ പിൻവലിക്കുക, തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര പദ്ധതിയായി നിലനിർത്തുക, BJPയുടെ കേന്ദ്ര ഗവൺമെന്റ് നീതി പാലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിരുന്നു സമരം. ചേർപ്പ് പോസ്റ്റ് ഓഫീസ് മാർച്ച് AITUC ജില്ലാ ട്രഷറർ KM ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തൃശ്ശൂർ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ ഇതേ സമയം ഇതുപോലുള്ള മാർച്ചും ധർണയും നടക്കുകയാണ്. തൊഴിലും കൂലിയും സംരക്ഷിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് AITUC മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ ട്രേഡ് യൂണിയനുകളും യോജിച്ച് നിരന്തരമായി പ്രക്ഷോഭങ്ങളും ക്യാമ്പയിനുകളും പണിമുടക്ക് സമരങ്ങളും നടത്തി വരികയാണ്. ഈ BJP ഗവൺമെന്റ് 2014 അധികാരത്തിലേറിയതിനു ശേഷം നിരന്തരമായി തൊഴിലാളികൾക്കെതിരെയുള്ള നിരന്തരമായ ദ്രോഹങ്ങളും പിന്നെ അവർക്കെതിരായ നടപടികൾ മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നത്. അതേസമയം ഇന്ത്യയിലെ ഒരുപടി കുത്തക മുതലാളിമാരെയും അതുപോലുള്ള ആളുകളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഈ താഴേക്കടയിലുള്ള തൊഴിലാളികളെ ഉപദ്രവിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ തുടങ്ങിയിട്ട് ഏറെ നാളുകളായി. ഈ തൊഴിലുറപ്പ് പദ്ധതി എങ്ങനെയാണോ ഇന്ന് ഉണ്ടായത് എന്ന കാര്യം നമ്മൾ ഓർക്കണം. 2005
ഇന്ത്യ ഗവൺമെൻറ് യു പി എ അധികാരത്തിലിരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയോടുകൂടി രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ പ്രതിപക്ഷങ്ങളുടെ അതായത് ഇടതുപക്ഷ പാർട്ടികളുടെ മിനിമം കോമൺ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയാണ് ഇന്ത്യ രാജ്യത്ത് ഇത്തരമൊരു തൊഴിൽദാന പദ്ധതി ആരംഭിക്കാൻ തീരുമാനിച്ചത്. എം നാരായണദാസ് അധ്യക്ഷനായി. തൊഴിലാളികളുടെ അവകാശങ്ങൾ ഒന്നൊന്നായി ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിൽ പിന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ആദ്യമായി തൊഴിലാളി പ്രസ്ഥാനം 1920 ബോംബെയിൽ വെച്ച് AITUC എന്നൊരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത് ഇന്ത്യ രാജ്യത്ത് AITUC എന്ന പ്രസ്ഥാനമാണ്. ആ AITUC എന്ന പ്രസ്ഥാനം ഉണ്ടായതിൽ പിന്നെയാണ് നമ്മുടെ രാജ്യത്ത് തൊഴിലാളികൾക്ക് ചെറുതും വലുതുമായ ഓരോ പ്രവർത്തനങ്ങളിലൂടെയും അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞത്. നമുക്കറിയാം, മെയ് ദിനം 8 മണിക്കൂർ തൊഴില്, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്ന മുദ്രാവാക്യം ചിക്കാഗോ തെരുവുകളിൽ ഇന്ത്യ രാജ്യത്തെ തൊഴിലാളികൾ സമരം ചെയ്ത് നേടിയെടുത്തത്. നമ്മുടെ രാജ്യം അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ രാജ്യമാണ്. ആ രാജ്യത്തെ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നയ സമീപനവുമായാണ് ഇന്ത്യ ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. പറയാം, നമുക്കടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് 7 കരിനിയമങ്ങൾ എത്രയും വേഗത്തിൽ നടപ്പാക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഇന്ത്യ ഗവൺമെന്റ്. PR കൃഷ്ണകുമാർ, ES പ്രതീഷ്, CS ശിവൻ എന്നിവർ സംസാരിച്ചു. പാറളം ആയുഷ് യോഗ വിദ്യാർത്ഥി കൂട്ടായ്മയായ യുജിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് പുതുവത്സരം ആഘോഷിച്ചു. കോടന്നൂർ ഗവൺമെന്റ് ആയുർവേദ മാതൃക ഡിസ്പെൻസറിയിലായിരുന്നു ആഘോഷം. പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മനോജ് അയ്യപ്പത്ത് അധ്യക്ഷനായി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VN കവിത മുഖ്യപ്രഭാഷണം നടത്തി. 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള വിദ്യാർത്ഥികൾ, ജില്ലാ യോഗാസന ചാമ്പ്യൻഷിപ്പ് വിജയി VR രാജേഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പാറളം ആയുഷ് യോഗ വിദ്യാർത്ഥി കൂട്ടായ്മ കോർഡിനേറ്റർ രമണി ജനാർദ്ദനൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഡാലി ബിനോയ്, റിൻസി ജൂബി, പ്രമീത, റിൻസി ഷാബു, സുധ, റോസ്മേരി, ഓമന, ടോമി തോമസ്, വനജ, യോഗ പരിശീലകൻ KK ബിജോഷ്, കൂട്ടായ്മ കൺവീനർ KU സുരേഷ് എന്നിവർ സംസാരിച്ചു. ജീവിതത്തിന്റെ എല്ലാ ഹാർഷായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെയും കടന്നുപോയവരുണ്ടാവും. അതിന്റെ ഒരു പക്വതയും ഒക്കെ ഉള്ളവരായിരിക്കും ഇവിടെ ഇരിക്കുന്ന പലരും. പക്ഷെ എനിക്ക് പങ്കുവെക്കാൻ തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പം എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നമ്മുടെ സന്തോഷം കണ്ടെത്താനുള്ള വഴികൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. ആ ഒരു പ്രോസസ്സ് നമ്മുടെ കൂടെ ഇനി ആരുമില്ലെങ്കിൽ പോലും നമ്മൾ ആ രീതിയിൽ സന്തോഷിക്കാൻ പഠിക്കുക. എളുപ്പമല്ല പറയാനെന്നറിയാം, പക്ഷെ നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ ആ ഒരു മെസ്സേജാണ് എനിക്ക് തരാനുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ ആദരവ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ സ്വന്തം രാജേഷ്, ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഒരു അഭിമാനം തന്നെയാണ് നമ്മുടെ പഞ്ചായത്തിന്റെയും പിന്നെ യോഗ കൂട്ടായ്മയുടെയും ഒക്കെ ഒരു അഭിമാനം തന്നെയാണ്. കാരണം ഇന്റർനാഷണൽ ലെവൽ വരെ എത്തുക ഒരു പരിപാടിയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലത്തെ ഒരു ചെറിയ പഞ്ചായത്തിൽ തന്നെ അതൊരു വലിയ അഭിമാനം തന്നെയാണ്, പറയാതെ പറ്റില്ല. അപ്പൊ ആ രാജേഷിന് പ്രത്യേക ഒരു അഭിനന്ദനം. ചേർപ്പ് CNN ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. തദ്ദേശ ഭരണകൂടത്തെ അടുത്തറിയാം എന്ന ആശയത്തോടെ ഗ്രാമസ്വരാജ് പുതിയ മുഖം പുതിയ വികസനം എന്ന പേരിലാണ് മുഖാമുഖം ഒരുക്കിയത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. KB അജോഷ് അധ്യക്ഷനായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാ രമേശ്, NSS പ്രോഗ്രാം ഓഫീസർ PS സന്ധ്യ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിനി പ്രദീപ്, KV പ്രജിത്ത്, വാർഡ് അംഗങ്ങളായ ശരണ്യ വൈശാഖ്, ജയശ്രീ ഷാജൻ, MV ജയരാജ്, MG നിവേദ്യ എന്നിവർ സംവാദത്തിൽ പങ്കെടുത്തു. വിരമിച്ച BDO രാമകൃഷ്ണൻ ഗ്രാമസഭ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെക്കുറിച്ച് വിശദീകരിച്ചു. തുടർന്ന് കുട്ടികൾ മോക്ക് ഗ്രാമസഭ രൂപീകരിച്ചു. പുതിയ കാഴ്ചപ്പാടുകൾ പുതുവെളിച്ചമായി മാറട്ടെ എന്ന സന്ദേശത്തോടെയാണ് മോക്ക് ഗ്രാമസഭ ഒരുക്കിയത്. കൂർക്കഞ്ചേരി JPE ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. പാലിശ്ശേരി ALP സ്കൂളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്.
ക്യാമ്പിൽ അവിണിശ്ശേരി പഞ്ചായത്ത് 16-ാം വാർഡിലെ 105 വയസ്സുള്ള മുത്തശ്ശിയെ കുട്ടികൾ ആദരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ വിനയ സച്ചിൻ, VI ജോൺസൺ, അധ്യാപിക AM ഷിനി, വോളണ്ടിയർ ലീഡർ ഗിഫ്റ്റി ഗ്രേസ് പുത്തൂർ എന്നിവർ സംസാരിച്ചു. നമ്മുടെ NSSന്റെ ക്യാമ്പ് പാലക്കൽ സ്കൂളിൽ ഇന്ന് 6ാം ദിവസമാണ്. അപ്പോൾ 6 ദിവസത്തെ പരിപാടികളിൽ കുട്ടികളുടെ വളരെയേറെ എന്താ പറയുക ജനങ്ങൾക്കും അതുപോലെ തന്നെ സമൂഹത്തിനും മാതൃകയായിട്ടുള്ള പരമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ഇവിടെ ചെയ്തു വന്നിരുന്നത്. ആദ്യം ഹരിതകർമ്മസേനക്കാരെ ആദരിച്ചിരുന്നു. അതുപോലെ തന്നെ പ്രായമായ ഇപ്പോൾ 16-ാം വാർഡിലാണ് നമ്മുടെ സ്കൂള്, ആ സ്കൂളിലാണ് ക്യാമ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ 16-ാം വാർഡിൻ്റെ പരിസരത്തുള്ള 6 പേരെ ആദരിക്കുന്ന ചടങ്ങാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രായം കൂടിയ നമ്മുടെ 105 വയസ്സായ അമ്മൂമ്മയാണ് ഇപ്പോൾ ഇവിടെ ആദരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കുട്ടികളുടെ നല്ലൊരു മനസ്സാണ് അത്. കാരണം നമ്മുടെ സമൂഹത്തിൽ പ്രായമായവരെ അംഗീകരിക്കണം എന്നുള്ള തോന്നൽ കുട്ടികൾക്ക് ഉണ്ടാവണം. അപ്പോൾ നല്ല മനസ്സോടുകൂടി ഈ ഒരു ആദരവ് സ്വീകരിക്കുന്നു. JP ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ NSS ക്യാമ്പിൻ്റെ ഭാഗമായി നമ്മൾ ക്യാമ്പ് ചെയ്യുന്ന വാർഡിൻ്റെ പരിസരത്തുള്ള ഒരു മുതിർന്ന വയസ്സായ അമ്മൂമ്മയോ അപ്പൂപ്പനെയോ ആരെങ്കിലും കുട്ടികൾ ആദരിക്കുക എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കുട്ടികൾ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഇങ്ങനെ നമ്മുടെ അടുത്ത് ഇവിടെ ഒരു അമ്മൂമ്മയുണ്ടെന്ന് വാർഡ് മെമ്പർ പറഞ്ഞ് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അമ്മൂമ്മേനെ കണ്ടതിൽ സന്തോഷം. ഞങ്ങളുടെ NSSലെ കുട്ടികൾക്കും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. മുതിർന്ന ആളുകളെ ബഹുമാനിക്കുക, അതുപോലെ അവരെ ആദരിക്കുക, അവർക്ക് വേണ്ട സ്നേഹം, സഹായം, അതുപോലെ അവരെ കൂടെ ചേർത്ത് നിർത്തുക, അതൊക്കെ കുട്ടികൾ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇങ്ങനെ NSSൽ ഓരോ ആക്ടിവിറ്റീസ് വരുന്നത്. അതിൻ്റെ ഭാഗമാകാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഈ വീട്ടിൽ നിന്നും ഈ വീട്ടുകാരെല്ലാവരും ചെയ്തു തന്നു. ചേർപ്പ് BRCയുടെ നേതൃത്വത്തിൽ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന പ്രത്യേക പരിഗണനയുള്ള കുട്ടികൾക്കുള്ള സഹവാസ ക്യാമ്പ് നടത്തി. പഴുവിൽ അസീസിയ കൺവെൻഷൻ സെന്ററിലാണ് ക്യാമ്പ് ഒരുക്കിയത്. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിലി ജിജു മോൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ് അധ്യക്ഷനായി. SSK ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ NJ ബിനോയ് പദ്ധതി വിശദീകരണം നടത്തി. ചേർപ്പ് BRC BPC അംഗം KR ബിനി, താന്യം ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ്, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം ജയശ്രീ ഷാജൻ, തൃശൂർ SSK പ്രോഗ്രാം ഓഫീസർ ബ്രിജി സാജൻ, ചേർപ്പ് BRC പരിശീലക ഡോക്ടർ സോണിയ വിശ്വം എന്നിവർ സംസാരിച്ചു. SPC ത്രിദിന ക്യാമ്പ് ചേർപ്പ് CNN ബോയ്സ് ഗേൾസ് സ്കൂളിൽ സംഘടിപ്പിച്ചു. ചേർപ്പ് SHO MS ഷാജൻ പതാക ഉയർത്തി. വാർഡംഗം ജയശ്രീ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ബാലസാഹിത്യ അവാർഡ് ജേതാവ് ശ്രീജിത്ത് മൂത്തേടത്തിനെ ചടങ്ങിൽ ആദരിച്ചു. PTA പ്രസിഡന്റ് ജയരാജ് അധ്യക്ഷനായി. CPO ദിലീപ്, CNN ഗേൾസ് സ്കൂൾ പ്രധാനാധ്യാപകൻ EP ഉണ്ണികൃഷ്ണൻ, ബോയ്സ് സ്കൂൾ പ്രധാനാധ്യാപിക രജനി എന്നിവർ സംസാരിച്ചു. CPO K സുദീപ്, ആദിൽ മുഹമ്മദ്, അഡ്വക്കേറ്റ് പ്രദീപ് എന്നിവർ ക്ലാസ് എടുത്തു. ക്യാമ്പിന്റെ ഭാഗമായുള്ള പുത്തൂർ സുവോളജിക്കൽ പാർക്ക് പീച്ചി ഡാം സന്ദർശനത്തോടെ ക്യാമ്പ് സമാപിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ വിവാദം വീണ്ടും പുകയുന്നു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിലെ മരത്താക്കര ഡിവിഷനിൽ മത്സരിപ്പിക്കാൻ DCC പുറത്തിറക്കിയ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ മറ്റൊരാളെ ചേർത്തതായാണ് ആരോപണം. കോൺഗ്രസ് ഒല്ലൂർ ബ്ലോക്ക് മുൻ സെക്രട്ടറി ജോർജ് കല്ലൂക്കാരനാണ് നേതൃത്വത്തിനെതിരെ വാർത്താസമ്മേളനത്തിൽ ആരോപണം ഉന്നയിച്ചത്. നവംബർ 17-ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പുറത്തിറക്കിയ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് വീടുകൾ കയറി വോട്ട് അഭ്യർത്ഥിക്കുകയും പ്രചരണങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. 2 ദിവസം കഴിഞ്ഞ് DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മറ്റൊരു വ്യക്തിയെ മരത്താക്കര ഡിവിഷനിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. കോൺഗ്രസ് പ്രാദേശിക നേതാക്കളുടെ സമ്മർദ്ദത്താൽ മത്സരത്തിൽ നിന്ന് റോജി ജോസ് പിന്മാറുകയും ചെയ്തിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിനു ശേഷം റോജി ജോസ് 3 ലക്ഷം രൂപ വാങ്ങിയതിനു ശേഷമാണ് മത്സരത്തിൽ നിന്ന് പിൻവാങ്ങിയതെന്നാണ് അറിയുന്നത്. എന്നാൽ തങ്ങൾ പണം വാങ്ങിയല്ല മത്സരത്തിൽ നിന്ന് പിൻവാങ്ങിയത്. നിലനിൽക്കുന്ന ആരോപണങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്നും കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളുടെ അഭ്യർത്ഥന മാനിച്ചാണ് റോജി ജോസ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയതെന്നും ജോർജ് കല്ലൂക്കാരൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാധ്യതയുണ്ട്. അപ്പൊ എനിക്കാണെങ്കിൽ വളരെ വർഷങ്ങൾ മുമ്പും ഇടയ്ക്കിടയ്ക്ക് ICUയിൽ പോയി കിടക്കലൊക്കെ ഉള്ള ആളാണ് ഞാൻ. അപ്പൊ എനിക്ക് നേരം വെളുക്കുന്നതിന് മുമ്പ് അറ്റാക്ക് വന്ന് മരിക്കാവുമെന്ന് ഞാൻ ഭയപ്പെട്ടു. ഞാൻ 60 വർഷത്തിന് മേലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഇത് സംഭവിച്ചു കഴിഞ്ഞു. പിക്കുന്ന വേറെ ആൾ നോമിനേഷൻ പ്രിൻസി അക്കരപ്പുറം നോമിനേഷൻ കൊടുക്കാൻ പോകണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ വർക്ക് ചെയ്ത് അങ്ങനെ പിന്നെ 24-ാം തീയതി നോമിനേഷൻ പിൻവലിക്കാൻ പറയാൻ
പിൻവലിക്കാൻ വേണ്ടിയിട്ട് ജഡ്ജ് സെബാസ്റ്റ്യനും ബ്ലോക്ക് ജില്ലാ കൗൺസിൽ സെക്രട്ടറി ജഡ്ജ് സെബാസ്റ്റ്യനും പുത്തൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീനിവാസ് സുബ്രഹ്മണ്യനും കൂടെ കുറെ പേരും കൂടി വീട്ടിൽ വന്ന് അവർ കാല് പിടിച്ച് കുറെ മാപ്പപേക്ഷിച്ച് ഞങ്ങളെ കൊണ്ട് പിൻവലിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ പാർട്ടിക്ക് വേണ്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ഇതുവരെ എൻ്റെ കുടുംബങ്ങളും എൻ്റെ മാതാപിതാക്കളും ഞങ്ങളുടെ കുടുംബം പാർട്ടിക്ക് വേണ്ടി നിലകൊണ്ട കുടുംബമായതുകൊണ്ടും പാർട്ടി ജയിക്കാൻ വേണ്ടിയും ഈ വട്ടം പഞ്ചായത്ത് പിടിക്കാൻ വേണ്ടി പുത്തൂർ പഞ്ചായത്ത് ഭരണം പിടിക്കുവാനും ഞങ്ങളുടെ വാർഡിൽ UDF ജയിക്കുന്നതിന് വേണ്ടിയും മകളെ കൊണ്ട് പിൻവലിപ്പിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 12,395 രൂപ, പവന് 99,160 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട, ചെറുശ്ശേരി. ഫോൺ 9539080053. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ആദ്യ യോഗം ചേർന്നു. നിർവഹണ ഉദ്യോഗസ്ഥരും വകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടതായിരുന്നു യോഗം. AITUC-യുടെ നേതൃത്വത്തിൽ ചേർപ്പ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ചേർപ്പ് പോസ്റ്റ് ഓഫീസ് മാർച്ച് AITUC ജില്ലാ ട്രഷറർ KM ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. പാർളം ആയുഷ് യോഗ വിദ്യാർത്ഥി കൂട്ടായ്മയായ യുജിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് പുതുവത്സരം ആഘോഷിച്ചു. കോടന്നൂർ ഗവൺമെന്റ് ആയുർവേദ മാതൃകാ ഡിസ്പെൻസറിയിലായിരുന്നു ആഘോഷം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.